ഹായ്, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ HSAക്ക് ഓരോ ചാപ്റ്ററുമായിട്ടും റിലേറ്റ് ചെയ്ത് HSA എക്സാമിന് വേണ്ടിയിട്ട് ഓരോ ചാപ്റ്ററുമായിട്ടും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് ആണ്. നമ്മൾ തിയറി കുറെ കാര്യങ്ങൾ പഠിച്ചു പോയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവലിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക? ഇപ്പൊ തിയറീസ് പഠിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ കുറെ ലോസ് പഠിച്ചു, കുറെ ഇക്വേഷൻസ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതൊരു എക്സാമിൽ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. നമുക്കൊരു പാറ്റേൺ ഓഫ് ചോദ്യങ്ങൾ ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ആപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് ഇഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ആൻസർ പേപ്പേഴ്സിൽ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സുമായിട്ടും റിലേറ്റ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട ഇപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളും വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പ്രധാനമായിട്ട് സാധാരണ എക്സാംസിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ ഓഫ് ചോദ്യങ്ങളിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ഡിസ്കഷൻ പോലെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ആണ്. അപ്പം ഇന്നത്തെ ഫസ്റ്റ് ചോദ്യം നോക്കുക. തന്നിരിക്കുന്ന രാസപ്രവർത്തനത്തിന്റെ മോളിക്യുലാരിറ്റി എന്താണ്? ഓക്കെ, അപ്പൊ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2NO + O2 gives 2NO2. എന്നിട്ട് ഈ ഒരു ഇക്വേഷന്റെ മോളിക്യുലാരിറ്റി കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ 1, 2, 3, 4 ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു റിയാക്ഷന്റെ മോളിക്യുലാരിറ്റി കണ്ടുപിടിക്കുക? അല്ല, എന്താണ് ഒരു റിയാക്ഷന്റെ മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, എന്താണ് മോളിക്യുലാരിറ്റി? ദ നമ്പർ ഓഫ് റിയാക്ടന്റ് പാർട്ടിക്കിൾസ് ദാറ്റ് കം ടുഗദർ ടു ഫോം എ പ്രൊഡക്റ്റ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. ഒരു സിംഗിൾ സ്റ്റെപ്പിൽ എത്ര റിയാക്ടന്റ് മോളിക്യൂൾസ് ആണോ കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റുകളായിട്ട് മാറുന്നത്, ആ എണ്ണത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? മോളിക്യുലാരിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. എത്ര റിയാക്ടന്റ് പാർട്ടിക്കിൾസ് ആണോ കമ്പൈൻ ചെയ്തിട്ട് പ്രൊഡക്ട്സ് ആയിട്ട് മാറുന്നത് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്, അതിനെയാണ് നമ്മൾ മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു റിയാക്ഷൻ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടന്നിട്ടുള്ള റിയാക്ഷൻ ആണ്. ആൻഡ് റിയാക്ഷന്റെ ആ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, റിയാക്ടന്റിന്റെ സൈഡിൽ ആരൊക്കെയുണ്ട്? 2 NO മോളിക്യൂളും ഉണ്ട്, ഒരു O2 മോളിക്യൂളും ഉണ്ട്, അല്ലെ? അപ്പൊ റിയാക്ഷൻ ഒരു എലമെന്ററി റിയാക്ഷൻ ആണ്, ഒറ്റ സ്റ്റെപ്പിൽ നടന്നിട്ടുള്ള റിയാക്ഷൻ ആണ്. റിയാക്ഷനിൽ 2 NO മോളിക്യൂൾസും ഒരു O2 മോളിക്യൂളും പങ്കെടുത്തിട്ടുണ്ട്, അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് ദാറ്റ് കമ്പൈൻഡ് ഇൻ ദിസ് റിയാക്ഷൻ എത്രയാണ്? 3 പേര് റിയാക്ഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതൊരു ട്രൈ മോളിക്യുലാർ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ 3 മോളിക്യൂൾസ് ഓഫ് റിയാക്ടൻസ്, ഓക്കെ, 3 റിയാക്ടന്റ് മോളിക്യൂൾസ് ആണ് ഈ ഒരു റിയാക്ഷനിൽ പങ്കെടുത്തതെന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മോളിക്യുലാരിറ്റി എന്താണെന്ന് നമുക്ക് പറയാം. ഓപ്ഷൻ സി 3. ഓക്കെ, അപ്പൊ മോളിക്യുലാരിറ്റി കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്റ്റെപ്പിൽ നടന്നിട്ടുള്ള റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റിയാക്ടൻസിന്റെ സൈഡിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് റിയാക്ടൻസ് പങ്കെടുത്തു എന്ന് നോക്കുക. അതായിരിക്കും അവിടുത്തെ മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണേ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. രാസപ്രവർത്തനത്തിന്റെ നിരക്കിന് താപനിലയുമായുള്ള ആശ്രയത്വം വിശദീകരിക്കുന്ന സമവാക്യം. പല എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ്. ഒരു റിയാക്ഷന്റെ റേറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, വാൻ ഹോഫ് സമവാക്യമാണോ, ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി ആണോ, രാസസന്തുലിത നിയമമാണോ, അറേനിയസ് സമവാക്യമാണോ? ഇതിൽ ഏത് സമവാക്യം അല്ലെങ്കിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് രാസപ്രവർത്തനത്തിന്റെ നിരക്കും ടെമ്പറേച്ചറും തമ്മിലുള്ള, താപനിലയും തമ്മിലുള്ള ആശ്രയത്വം വിശദീകരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മള് ചാപ്റ്റർ പഠിച്ച സമയത്ത് അറേനിയസ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ അറേനിയസ് ഇക്വേഷൻ അത് എന്താണ് പറയുന്നത്? ഒരു റിയാക്ഷൻ നടക്കണം, ഒരു മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് പ്രൊഡക്റ്റുകളായിട്ട് മാറണം, അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ അവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ ആ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന മോളിക്യൂൾസിന് ഒരു സർട്ടൺ മിനിമം എമൗണ്ട് ഓഫ് എനർജി ഉണ്ടായിരിക്കണം, അല്ലെ? അപ്പൊ ആ എക്സ്ട്രാ എനർജി നമ്മൾ ആ മോളിക്യൂളിലേക്ക് ആ റിയാക്ഷൻ നടക്കാൻ ആവശ്യമായിട്ട് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, ഇപ്പൊ എക്സ്റ്റേണലി ആയിരിക്കാം, അങ്ങനെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ആ എക്സ്ട്രാ എനർജീനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആക്ടിവേഷൻ എനർജി അറ്റൈൻ ചെയ്തെങ്കിൽ മാത്രമേ റിയാക്ടന്റ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് ഫോർമേഷനിലോട്ട് പോകത്തുള്ളൂ, അല്ലെ? അപ്പം the relation between the activation energy and temperature and rate of reaction is called Arrhenius equation. അപ്പൊ ഒരു റിയാക്ഷന്റെ നിരക്കും താപനിലയും ഈ പറഞ്ഞ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റിയാക്ടന്റ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് ആയിട്ട് മാറണമെങ്കിൽ അവർക്ക് ഒരു സർട്ടൺ മിനിമം എനർജി ഉണ്ടായിരിക്കണം. ആ എനർജിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്, അല്ലെ?
അപ്പം എന്താണ് ഒരു റിയാക്ഷന്റെ നിരക്കും താപനിലയും അതുപോലെ തന്നെ ആക്ടിവേഷൻ എനർജിയും തമ്മിലുള്ള ബന്ധത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റിയാക്ഷനെയാണ് അറീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അറീനിയസ് ഇക്വേഷന്റെ സമവാക്യമാണ് ഓർത്തിരിക്കുക. പല രീതിയിൽ നമുക്ക് അറീനിയസ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. അപ്പം ഒന്നാമത്തെ കാര്യം ഇത് ഓർത്ത് വെച്ചേക്കുക, ആക്ടിവേഷൻ എനർജിയും റേറ്റ് ഓഫ് ദ റിയാക്ഷനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ടെമ്പറേച്ചറും റേറ്റ് ഓഫ് റിയാക്ഷനും തമ്മിലുള്ള ബന്ധമൊക്കെ നമ്മുടെ അറീനിയസ് ഇക്വേഷൻ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് K is equal to A e raised to minus EA by RT എന്നാണ് ഇക്വേഷൻ. ഓക്കെ, അതിൽ K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്, A എന്ന് പറയുന്നത് എന്താണ് അറീനിയസ് കോൺസ്റ്റന്റ്, അല്ലാന്നുണ്ടെങ്കിൽ പ്രീ എക്സ്പൊണൻഷ്യൽ കോൺസ്റ്റന്റ് എന്നൊക്കെ പറയും കേട്ടോ. അറീനിയസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ പ്രീ എക്സ്പൊണൻഷ്യൽ കോൺസ്റ്റന്റ് എന്നൊക്കെ പറയും. E എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജിയാണ്, R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പം നോക്കിക്കേ, ഈ പറയുന്ന എ എന്ന് പറയുന്നത് പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ അല്ലെങ്കിൽ അറീനിയസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഗ്യാസ് കോൺസ്റ്റന്റും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ ഈ കെ എന്ന് പറയുന്ന റേറ്റ് എന്ന് പറയുന്ന ആരെയൊക്കെയാണ് ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആക്ടിവേഷൻ എനർജിയെയും ടെമ്പറേച്ചറിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെ? അപ്പം ഈ ഒരു ഇക്വേഷന് ഈ ഫോമിൽ മാത്രമല്ല നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. K ഈക്വൽ ടു A e raised to minus EA by RT. ഇതിനെ LN ഫോമിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ LNK ഈക്വൽ ടു LNA മൈനസ് LN e raised to x എന്ന് പറയുന്നത് x ആണ്. അതായത് LN-ഉം എക്സ്പോണൻഷ്യലിന്റെ ടേമും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസൽഡ് ആയിട്ട് പവർ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. LN e raised to x എന്ന് പറയുന്നത് x ആയിരിക്കും, അല്ല LN e raised to m എന്ന് പറയുന്നത് m ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ LN e raised to മൈനസ് EA by RT എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? മൈനസ് EA by RT ആയിട്ട് മാറും, അല്ലെ? അപ്പൊ LN ഫോമിലുള്ള ഇക്വേഷനെ ഓർത്ത് വെച്ചേക്ക്, LNK ഈക്വൽ ടു LNA മൈനസ് EA by RT. ഇനി LN ഫോമിൽ മാത്രം പഠിച്ചു വെച്ചാൽ മതിയോ? പോരാ, ലോഗിന്റെ ടേംസിലൂടെ ഓർത്ത് വെച്ചേക്ക്. അപ്പം 2.303 ലോഗ് K ഈക്വൽ ടു 2.303 ലോഗ് A മൈനസ് EA by RT. ഓക്കെ, ഇനി നമ്മൾ ഹോൾ ഇക്വേഷനെ 2.303 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഹോൾ ഇക്വേഷനെ 2.303 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും? ഇതും ക്യാൻസൽ ആവുന്നു. സോ ലോഗ് K ഈക്വൽ ടു ലോഗ് A മൈനസ് EA by 2.303 RT, അല്ലെ? ഈ ഫോമിലുള്ള ഇക്വേഷനൂടെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ലോഗ് K ഈക്വൽ ടു ലോഗ് A മൈനസ് EA by 2.303 RT. ഇതിൽ ഏത് ഫോമിലുള്ള ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. K ഈക്വൽ ടു A raised to minus EA by RT, LNK ഈക്വൽ ടു LNA മൈനസ് EA by RT, ലോഗ് K ഈക്വൽ ടു ലോഗ് A മൈനസ് EA by 2.303 RT. കേട്ടോ, ഈ 3 ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി, അറീനിയസ് ഇക്വേഷൻ. കേട്ടോ, അറീനിയസ് ഇക്വേഷൻ ആണ് ടെമ്പറേച്ചറും റേറ്റ് ഓഫ് ദ റിയാക്ഷനും തമ്മിലുള്ള ബന്ധത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, തന്നിരിക്കുന്നതിൽ ഒരു രാസപ്രവർത്തനത്തിന്റെ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മോളിക്കുലാരിറ്റി ആൻഡ് ഓർഡർ അവരെ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോരുത്തരുടെയും ഡിഫറൻസ് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ ചിലപ്പം ചോദിക്കാം. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ള രീതിയിൽ ചിലപ്പം ചോദിക്കാം. ഇവിടെ തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റുകൾ ആദ്യം ഒന്ന് വായിക്കുക. ഒരു പ്രവർത്തനത്തിന്റെ ഓർഡർ എന്നാൽ ആ പ്രവർത്തനത്തിന്റെ നിരക്കിനെ സ്വാധീനിക്കുന്ന കെമിക്കൽ സ്പീഷീസുകളുടെ എണ്ണമാണ്. നിരക്ക് സമവാക്യത്തിലെ കോൺസെൻട്രേഷൻ പദങ്ങളുടെ പവറുകളുടെ തുക പ്രവർത്തനത്തിന്റെ ഓർഡർ ആയി നിർവചിക്കാം. ഓർഡർ ഒരിക്കലും നെഗറ്റീവ് ആകില്ല. ഓർഡർ പരീക്ഷണാത്മക ഡാറ്റയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ 4 സ്റ്റേറ്റ്മെന്റുകളാണ് ഉള്ളത്. അപ്പം ഇതില് രണ്ടിന്റെയും കൂടെ കമ്പാരിസൺ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഓർഡറിന്റെയും മോളിക്കുലാരിറ്റിയുടെയും കൂടെ. അത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ സ്റ്റേറ്റ്മെന്റുകൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. നോക്കിക്കേ, ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് ദി പവേഴ്സ് റേസ്ഡ് ഓൺ ദി കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് എക്സ്പ്രഷൻ. നമ്മൾ റേറ്റിന്റെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് റേറ്റിന്റെ സമവാക്യത്തിൽ നമ്മൾ നോർമലി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻസ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെ? ആ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിന്റെ പവേഴ്സിന്റെ സം എന്താണോ അതിനെയാണ് നമ്മൾ യൂഷ്വലി ഓർഡർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒരു റിയാക്ഷന്റെ റേറ്റിന്റെ സമവാക്യം എഴുതി കഴിഞ്ഞാൽ അവിടെ പവേഴ്സ് ആയിട്ട് വരുന്ന സംഖ്യകളുടെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ ആയിട്ട് പറയുക. എന്നാൽ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാലോ, നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ ആദ്യത്തെ ചോദ്യത്തിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, മോളിക്കുലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? ആ റിയാക്ഷനകത്ത് പങ്കെടുത്തിട്ടുള്ള
മോളിക്യൂൾസിന്റെ എല്ലാം കൂടെ എണ്ണം കൂട്ടിവെച്ചു അല്ലെ. അപ്പൊ അതാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദ റിയാക്ടന്റ് ടേക്ക് പാർട്ട് ഇൻ ആൻ എലമെന്ററി സ്റ്റെപ്പ്. ഒരു ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്ടൻസിന്റെ എണ്ണം എല്ലാം കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. പക്ഷെ അങ്ങനെ കൂട്ടാൻ പറ്റത്തില്ല ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ റേറ്റിന്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ സം ഓഫ് പവേഴ്സ് എടുക്കുന്നതായിരിക്കും ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മോളിക്കുലാരിറ്റി ജസ്റ്റ് ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് തിയോറട്ടിക്കലി പറയാൻ പറ്റും. അതിന്റെ നമ്പർ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് ഇപ്പൊ 2NO പ്ലസ് O2 ഗീവ്സ് 2NO2. ഇങ്ങനെ ഒരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 2NO2. ഓക്കെ, ഇങ്ങനെ ഒരു റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, 2 NO ഉണ്ട്, ഒരു O2 ഉണ്ട് അല്ലെ. ഒരു എലമെന്ററി റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ആ റിയാക്ഷൻ നോക്കിയിട്ട് അവിടുത്തെ കോഎഫിഷ്യന്റ് ഉള്ള എല്ലാം കൂടെ അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലാരിറ്റി കിട്ടും. അവിടെ തിയോറിറ്റിക്കൽ ആണ്, ജസ്റ്റ് കോഎഫിഷ്യൻസ് അങ്ങ് കൂട്ടിയാൽ മതി. പക്ഷെ ഈ കോഎഫിഷ്യൻസ് കൂട്ടുന്നതായിരിക്കത്തില്ല അവരുടെ ഓർഡർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു X ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു Y. ഇങ്ങനെ റേറ്റിന്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് ആ എക്സും വൈയും കൂട്ടുന്നതായിരിക്കും ഓർഡർ. ആൻഡ് അത് നമുക്ക് ജസ്റ്റ് ഈ ഇക്വേഷൻ നോക്കിയിട്ട് NO the whole square into O2 the whole raised to 1 എന്ന് എപ്പോഴും വരണം എന്ന് നിർബന്ധമില്ല. കാരണം ഇതൊരു എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്. നമുക്ക് ജസ്റ്റ് തിയോറി വെച്ചിട്ട് ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞ് അതിന്റെ കോഎഫിഷ്യന്റിനെ എടുത്ത് പവറാക്കി ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഓർഡർ തുല്യമായിട്ട് വരണം എന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം അതൊരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അടുത്ത ഡിഫറൻസ് ഓർത്ത് വെച്ചേക്കേണ്ടത്, മോളിക്കുലാരിറ്റി ഒരു തിയോറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ്, പക്ഷെ ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്. ഓക്കെ, ഇനി മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കോഎഫിഷ്യൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അത് 0 അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല. കാരണം കോഎഫിഷ്യന്റ് ഇപ്പം ഒന്നും ഇല്ലെങ്കിൽ പോലും അതിനെ നമ്മൾ 1 ആയിട്ടാണ് എടുക്കുന്നത് അല്ലെ. ഇപ്പൊ 1 + 1 2 അങ്ങനെ എന്തെങ്കിലും വരും അല്ലെ. അപ്പൊ കോഎഫിഷ്യന്റ് യാതൊരു കാരണവശാലും 0 അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് വരാനായിട്ടുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മോളിക്കുലാരിറ്റി ഒരു തരത്തിലും 0 ആവില്ല, അതുപോലെ തന്നെ ഫ്രാക്ഷൻസും ആവില്ല. പക്ഷെ അതേസമയം ഓർഡർ നമ്മൾ കേട്ടിട്ടുണ്ട്, നെഗറ്റീവ് ഓർഡർ ഉള്ള റിയാക്ഷൻസ് ഉണ്ട്, 0 ഓർഡർ ഉള്ള റിയാക്ഷൻസ് ഉണ്ട്, ഫ്രാക്ഷൻസ് ഓർഡർ ആയിട്ട് വരുന്ന റിയാക്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഓർഡറിനെ സംബന്ധിച്ചിടത്തോളം 0 വരാം ഓർഡർ ആയിട്ട്, ഫ്രാക്ഷൻസ് വരാം ഓർഡർ ആയിട്ട്, ഇൻഡിജേഴ്സ് നെഗറ്റീവ് വാല്യൂസ് വരാം ഓർഡർ ആയിട്ട്. പക്ഷെ മോളിക്കുലാരിറ്റി ആയിട്ട് എപ്പോഴും പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരികയുള്ളൂ. അതാണ് അടുത്ത ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അടുത്തത് ഈ പറഞ്ഞത് തന്നെയാണ്. ഓർഡറിനകത്ത് നെഗറ്റീവ് വാല്യൂസ് വരാം, പക്ഷെ മോളിക്കുലാരിറ്റി യാതൊരു കാരണവശാലും നെഗറ്റീവ് വാല്യൂ വരില്ല. ഓക്കെ, ഇനി ഓർഡർ നമ്മൾ യൂഷ്വലി പറയുന്നത് ഇപ്പം 3 സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ് എങ്കിലും അതിൽ ഓരോ സ്റ്റെപ്പിനും നമ്മൾ ഓർഡർ പറയത്തില്ല. ഓക്കെ, 1 2 3 സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഓവറോൾ ആയിട്ടാണ് നമ്മൾ എന്ത് പറയുക? ഓർഡറിനെ പറയുക. പക്ഷെ മോളിക്കുലാരിറ്റി എന്ന് പറയുമ്പോഴോ നമ്മൾ ഓരോ സിംഗിൾ സ്റ്റെപ്പിന്റെയും ഓരോ എലമെന്ററി സ്റ്റെപ്പിനും നമ്മൾ മോളിക്കുലാരിറ്റി ഡിഫൈൻ ചെയ്യും കേട്ടോ. പക്ഷെ മറ്റേടുത്ത് ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു ഓവറോൾ റിയാക്ഷന്റെ കേസിലാണ് നമ്മൾ ഓർഡർ പറയുക. മറ്റേത് ഓരോ എലമെന്ററി സ്റ്റെപ്സിനും നമ്മൾ മോളിക്കുലാരിറ്റി ഡിഫൈൻ ചെയ്യും. ഓക്കെ, അതേപോലെ അടുത്ത ഒരു ഡിഫറൻസ് ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഓർഡറിന്റെ കേസിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രഷർ, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ. ഓക്കെ, പക്ഷെ മോളിക്കുലാരിറ്റിയുടെ കേസിൽ ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ കേട്ടോ. പ്രഷറിനും ടെമ്പറേച്ചറിനും ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ ഓർഡറിന്റെ കേസിൽ എല്ലാ കണ്ടീഷൻസിലും അല്ല, ചില സമയത്തെങ്കിലും ഫോർ സ്യൂഡോ ഓർഡർ റിയാക്ഷൻസിന്റെ ഒക്കെ കേസിൽ പ്രഷർ, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡിഫറൻസ് നിങ്ങൾ കൃത്യമായിട്ടും ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മുടെ ഓപ്ഷൻസിലേക്ക് ഒന്ന് പോയി നോക്കിക്കോ. ഒരു പ്രവർത്തനത്തിന്റെ ഓർഡർ എന്നാൽ ആ പ്രവർത്തനത്തിന്റെ നിരക്കിനെ സ്വാധീനിക്കുന്ന കെമിക്കൽ സ്പീഷീസുകളുടെ എണ്ണം ആണ്. അതിപ്പോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? നിരക്ക് എന്ന് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ എത്ര കെമിക്കൽ സ്പീഷീസ് ആണോ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആണ്. അടുത്ത നോക്കുക, നിരക്ക് സമവാക്യത്തിലെ കോൺസെൻട്രേഷൻ പദങ്ങളുടെ പവറുകളുടെ തുക പ്രവർത്തനത്തിന്റെ ഓർഡറായി നിർവചിക്കപ്പെടുന്നു അല്ലെ. സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ആണ് ഓർഡർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. കറക്റ്റ് ആണ്. അടുത്ത ഓർഡർ ഒരിക്കലും നെഗറ്റീവ് ആകില്ലേ? ആകും. മോളിക്കുലാരിറ്റി ആണ് നെഗറ്റീവ് വരാത്തത്. ഓർഡർ നെഗറ്റീവ് വരാം, 0 വരാം അല്ലെ, ഫ്രാക്ഷൻസ് വരാം, ഇതെല്ലാം വരാൻ പറ്റും. അപ്പൊ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അവസാനത്തത് ഓർഡർ പരീക്ഷണാത്മക ഡേറ്റയിൽ നിന്നാണ് ലഭിക്കുന്നത് അല്ലെ. എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ തന്നിട്ടുള്ളതിൽ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന എന്താണ്? ഓർഡർ ഒരിക്കലും നെഗറ്റീവ് ആകില്ല എന്നതാണ്. ഓർഡർ നെഗറ്റീവ് ആകാം, ഫ്രാക്ഷൻസ് ആവാം, 0 ആവാം അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണേ?
അപ്പം ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.